കോഴിക്കോട് MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരായ കാവ്യയും നീഷ്മയും ഇടത് സംഘടനയുടെ മുൻ ഭാരവാഹികൾ. ഇടത് സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഇരുവരും. അറസ്റ്റിനെ തുടർന്ന് ഇരുവരെയും ഇടത് സംഘടനയിൽ നിന്ന് പുറത്താക്കി. MDMA ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ 3 അധ്യാപികമാരിൽ 2 പേർ ഇടത് സംഘടനയുടെ മുൻ ഭാരവാഹികൾ. സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരായ നീഷ്മയും കാവ്യയും ഇടത് സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ വർഷം ഇരുവരും പേരാമ്പ്ര യൂണിറ്റിന്റെ ഭാരവാഹിത്വം വഹിച്ചിരുന്നു. അറസ്റ്റിലായ അധ്യാപികമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംഘടന അന്ന് പുറത്തിറക്കിയ പോസ്റ്ററും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അറസ്റ്റിനെ തുടർന്ന് ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അതേസമയം MDMA കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പേരാമ്പ്ര BRC-യിലേക്ക് BJP മാർച്ച് നടത്തി. ഈ കണ്ണികളിൽ ഒരാൾ വിദേശത്ത് യാത്ര നടത്തിയിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളിലാണ് അവരുടെ യാത്ര. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് ഇവർക്ക് എന്നുള്ളത് കൊണ്ട് ഇതൊരു സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ നടപടി സ്വീകരിക്കണമെന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ലഹരിക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്നും പിടിയിലായ കാവ്യ സർവീസിലിരിക്കെ വിദേശയാത്രകൾ നടത്തിയത് എന്തിനാണെന്നും കണ്ടെത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.